Hello students, welcome back. So we have completely discussed about the flow of that treatment of water, sewage treatment and all we have completely discussed. അല്ലേ ഇനി ശ്രദ്ധിച്ചോ നമ്മൾ ഇതൊരു ഫ്ലോ ചാർട്ടായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോവാണ്. സോ എങ്ങനെയാണ് ഒരു ഫ്ലോ ചാർട്ടായിട്ട് നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ WWTP എങ്ങനെയാണ് നമ്മളൊരു ഫ്ലോ ചാർട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കിയാലോ മക്കളെ. അപ്പോൾ നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തിരുന്നത്. സോ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടിലേക്ക് കടന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് മൂവ് ചെയ്യാം. സോ റെഡി അല്ലേ മക്കളെ? ഓക്കെ, എന്താ വെച്ചോ ഫസ്റ്റ് തന്നെ നമ്മുടെ സീവേജ് ഉണ്ടാവും. നമ്മുടെ സീവേജ് നമ്പർ 1 നമ്മുടെ സീവേജ് നേരെ നമ്മുടെ ബാർ സ്ക്രീനിലൂടെ പോകുന്നു. അവിടുന്ന് റബ്ബിഷ് കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നു. അവിടുന്ന് നേരെ നമ്മൾ എവിടെ പോകുന്നു? ഗ്രിറ്റ് ആൻഡ് സാൻഡ് റിമൂവലിലേക്ക് പോകുന്നു. അവിടെ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടത്തുന്നു. ഇവിടെ സാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ആവുന്നു. നേരെ ഏരിയേഷനിലേക്ക് പോകുന്നു. ബാക്ടീരിയ ഗ്രോ ചെയ്തിട്ട് ആക്ടിവേറ്റ് സ്ലഡ്ജ് ആയിട്ട് മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നാച്ചുറൽ ക്ലീനിങ് അപ്പിലേക്ക് പോയി എന്നിട്ടോ നമ്മൾ ഡിസിൻഫെക്റ്റിംഗ് യൂസിങ് ക്ലോറിൻ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ ടു സിസ്റ്റം ഫോർ യൂസ് 7 സിസ്റ്റത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രോസസ്സാണ് നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് അതായത് വേസ്റ്റ് വാട്ടർ പ്ലാന്റിലെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ മെയിനായിട്ട് ഉണ്ടാകുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ. സോ ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. സോ ഇസ് ആർ ക്ലിയർ ഫോർ യു സ്റ്റുഡൻസ്? സോ എവിടെ നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സീവേജ്, ബാർ സ്ക്രീൻസ്, ഗ്രിറ്റ് ആൻഡ് സാൻഡ് റിമൂവർ, നാച്ചുറൽ ക്ലീനിങ് അപ്പ്, ഗ്രിറ്റ് ആൻഡ് സാൻഡ് റിമൂവർ കഴിഞ്ഞിട്ട് ക്ലാരിഫിക്കേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഏരിയേഷൻ. ഇതിങ്ങനെ പോട്ടോ, ഈ രീതിയിൽ ഇങ്ങനെ പോകും, എന്നിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, എന്നിട്ട് ഏരിയേഷൻ, എന്നിട്ട് നാച്ചുറൽ ക്ലീനിങ് അപ്പ്, എന്നിട്ട് ഡിസിൻഫെക്റ്റിംഗ് ബൈ ക്ലോറിനേഷൻ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, സിസ്റ്റത്തിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത പാർട്ടിലേക്ക് ഒന്ന് മൂവ് ചെയ്താലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി? ഓക്കെ, നെക്സ്റ്റ് ഹൗ ടു ബിക്കം ആൻ ആക്റ്റീവ് സിറ്റിസൺ. എങ്ങനെയാണ് മക്കളെ നമുക്കൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആവാൻ പറ്റുന്നത്? ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിസൺ എങ്ങനെ ആവാൻ നമുക്ക് പറ്റുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ടു ബിക്കം ആൻ ആക്റ്റീവ് സിറ്റിസൺ. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള സിറ്റിസൺ എങ്ങനെയാണ് ആവാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ ഈ കോൺസെപ്റ്റുകളിൽ നോക്കാൻ പോകുന്നത്. സോ യു ആർ റെഡി ഫോർ ദാറ്റ്? സോ എന്തൊക്കെയാണ് ഒരു സിറ്റിസൺ ആക്റ്റീവ് ആവണമെന്നുള്ള കാരണങ്ങൾ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ഒരാളെ കുറിച്ച് പരിചയപ്പെടാണ്ട്. യൂക്കാലിപ്സ് പ്ലാന്റ്സ്. എന്താണ് യൂക്കാലിപ്സ് പ്ലാന്റ്സ്? എന്താണ് അതിൻ്റെ റോള് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ മക്കളെ? ശ്രദ്ധിച്ചോ, വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് യൂക്കാലിപ്റ്റസ് പ്ലാന്റ്. നോക്കാം. ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് plant eucalyptus tree all along the sewage ponds. എന്തിനാണ്? These trees absorb all surface waste water rapidly and release pure water vapor into the atmosphere. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ ആക്റ്റീവ് സിറ്റിസൺ എന്ന കേസിൽ ഏറ്റവും കൂടുതൽ ഒരു ഐഡിയ, ഒരു ബോധം വേണ്ടത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണത്? യൂക്കാലിപ്സ് പ്ലാന്റ് എവിടെയൊക്കെ ഗ്രോ ചെയ്യാൻ മക്കളെ? അത് നട്ടുപിടിപ്പിക്കുക. എവിടെ? സീവേജ് പോൺസിന്റെ അടുത്തായിട്ട്. ഗ്രോയിങ് ഓഫ് in the eucalyptus plants. growing of eucalyptus plants. growing of എന്ത്? യൂക്കാലിപ്റ്റസ് പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ്? എവിടെയാണ് ഗ്രോ ചെയ്യേണ്ടത്? നിയർ ദ സീവേജ് പോൺസിന്റെ അടുത്ത് നമ്മളോട് യൂക്കാലിപ്സ് പ്ലാന്റ് ഗ്രോ ചെയ്യണം എന്ന് പറയുന്നു. കാരണം എന്താണ്? അതിന് കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് യൂക്കാലിപ്റ്റസ് പ്ലാന്റ് അവിടെ ഗ്രോ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ മക്കളെ? ദീസ് ട്രീസ് എന്താണ്? അബ്സോർബ്സ്. അതായത് ഈ യൂക്കാലിപ്സ് പറയല്ലേ, ദീസ് ട്രീസ് അബ്സോർബ്സ്. എന്താണ്? ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും. അബ്സോർബ്സ്. എന്ത് അബ്സോർബ് ചെയ്യുന്നു? വേസ്റ്റ് വാട്ടർ റാപ്പിഡ്ലി. അതായത് നമ്മുടെ യൂക്കാലിപ്റ്റസ് മരമില്ലേ, അത് ഈ വേസ്റ്റ് വാട്ടറിനൊക്കെ ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും റാപ്പിഡ്ലി. പെട്ടെന്ന് തന്നെ നമ്മുടെ വേസ്റ്റ് വാട്ടറിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. ഇറ്റ് റാപ്പിഡ്ലി അബ്സോർബ്സ് ദ വേസ്റ്റ് വാട്ടറിനെ അത് റാപ്പിഡ്ലി അബ്സോർബ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇറ്റ് അബ്സോർബ് ദ വേസ്റ്റ് വാട്ടർ റാപ്പിഡ്ലി. ഇനി ശ്രദ്ധിച്ചോ, ദീസ്
വേസ്റ്റ് വാട്ടർ ഉണ്ടാവില്ല, അബ്സോർബ് ചെയ്തെടുത്തല്ലോ. ഇനി ദീസ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ ഉണ്ടാവില്ലേ, ദേ റിലീസ് പ്യുവർ വാട്ടർ വേപ്പർ ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. മനസ്സിലായോ? ദീസ് വേസ്റ്റ് വാട്ടേഴ്സ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ആര്? യൂക്കാലിപ്റ്റസ് മരം. എന്നിട്ടോ അവർ റിലീസ് ചെയ്യുന്നത് എന്താണ്? നല്ല രീതിയിലായിട്ടുള്ള പ്യുവർ വാട്ടർ വേപ്പർ. പ്യുവർ വാട്ടർ വേപ്പർ ഈസ് റിലീസ്ഡ്. വാട്ടർ വേപ്പർ ഈസ് റിലീസ്ഡ്. പ്യുവർ ആയിട്ടുള്ള വാട്ടർ വേപ്പർ എന്ത് ചെയ്യും? റിലീസ് ചെയ്യുന്നുണ്ട്. പ്യുവർ വാട്ടർ വേപ്പർ ആയിട്ട് അത് പുറത്തേക്ക് റിലീസും ചെയ്യുന്നുണ്ട്. ക്ലിയർലേ? ദീസ് ട്രീസ് അബ്സോർബ്സ് ഓൾ സർപ്ലസ് വേസ്റ്റ് വാട്ടർ റാപ്പിഡ്ലി ആൻഡ് റിലീസ്. എന്താണ് മക്കൾ റിലീസ് ചെയ്യുന്നത്? പ്യുവർ വാട്ടർ വേപ്പർ ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. പ്യുവർ വാട്ടർ വേപ്പർ ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ആസ് ബിക്കമിങ് എ പ്രോപ്പർ റെസ്പോൺസിബിൾ സിറ്റിസൺ. ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ട വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആട്ടോ. സോ എന്താണ്? ഗ്രോയിങ് ഓഫ് യൂക്കാലിപ്റ്റസ് പ്ലാന്റ്. യൂക്കാലിപ്റ്റസ് പ്ലാന്റ് ശ്രദ്ധിച്ചോ. It has been suggested that we should plant eucalyptus tree all along sewage ponds. These trees absorbs എന്താണ്? all surplus waste water rapidly and release pure water into the atmosphere. Pure water into the atmosphere അത് റിലീസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? റെഡി. Now our responsibilities as active citizen എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്? ഒന്ന്, ഇൻഫോം സീവേജ് ലീക്ക്. അഥവാ സീവേജ് ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യണം. അപ്പോൾ അവർ റെസ്പോൺസിബിലിറ്റീസിൽ നോക്കാം. അവർ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇൻഫോം സീവേജ് ലീക്കേജ്. ഈ സീവേജിന് എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ അത് കാരണം പബ്ലിക്കിന് ബുദ്ധിമുട്ട് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിളിച്ച് ഇൻഫോം ചെയ്യണം. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് വിളിച്ച് ഇൻഫോം ചെയ്തേ പറ്റൂ. അത് നിങ്ങൾ വിളിച്ച് ഇൻഫോം ചെയ്യണം. ക്ലിയർ അല്ലേ മക്കളെ? സോ യു ഹാവ് ടു ഇൻഫോം ദാറ്റ്. നിങ്ങൾ അതിനെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്യിപ്പിക്കണം. ഓക്കെ അല്ലേ? ഇൻഫോം സീവേജ് ലീക്കേജ്. സീവേജിന് ലീക്കേജ് ഉണ്ടെങ്കിൽ അതിനെ വിളിച്ച് നിങ്ങൾ ഇൻഫോം ചെയ്യണം. ക്ലിയർ അല്ലേ മക്കളെ? എന്ന് നോക്ക്, ഓപ്പൺ ഡ്രെയിൻസ്. ഓപ്പൺ ഡ്രെയിൻസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അതേപോലെ തന്നെ എന്താണ്? ഓവർഫ്ലോ ഓഫ് ഡ്രെയിൻസ്. ഇത് ഓവർഫ്ലോ ആകുന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ ഓഫ് ഡ്രെയിൻസ് എന്താകുന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കണം. ഡ്രെയിൻസ് ഓവർഫ്ലോ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രെയിൻസ് ഓവർഫ്ലോ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. അതേപോലെ അൺഹൈജീനിക് ആൻഡ് അൺസാനിറ്ററി കണ്ടീഷൻസ് വിറ്റ്നസ് ചെയ്തിട്ട് ഇൻ എനി പ്ലേസ് മുനിസിപ്പാലിറ്റി ഓർ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇനി എന്താണ്? അൺഹൈജീനിക് അല്ലെങ്കിൽ ആൻഡ് അൺസാനിറ്ററി കണ്ടീഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യണം. അതായത് പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ അതായത് ഏരിയയിലെ ഓർഗനൈസേഷൻസിനോ അത് ഇൻഫോം ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയിപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ആസ് എ സിറ്റിസൺ വി ഷുഡ് ഹാവ്. അപ്പോൾ ആസ് എ പേഴ്സൺ നമ്മളിപ്പോൾ ഇങ്ങനെ പബ്ലിക്കിലൂടെ നടന്നു പോകണം. അപ്പോൾ നമ്മൾ ഒരു വേസ്റ്റ് വാട്ടർ ഇങ്ങനെ ലീക്കേജ് കണ്ടു, നമ്മൾ സീവേജ് ലീക്കേജ് കണ്ടു. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒന്ന് ചെയ്തോട്ടെ എന്ന് നമ്മൾ പറയാൻ പാടില്ല. അവരും അങ്ങനെ ചിന്തിക്കും. ഓക്കെ, അപ്പോൾ ആരും അത് ചെയ്യാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അത് പബ്ലിക് ലൂസൻസ് ആവും, അത് പ്രശ്നങ്ങളാവും, അത് നമുക്ക് തന്നെ ഡിസീസ് കോസ് ചെയ്യും. അതൊരു കാരണം മതി ഡിസീസ് കോസ് ചെയ്യും. ഒരു നാട് ഫുള്ള് ഡിസീസിലേക്ക് എത്തിപ്പെടാൻ ആ കാരണം മതി അല്ലേ? അപ്പോൾ പിന്നീട് എന്താ നടക്കുന്നത്? അതുകൊണ്ട് ആസ് എ സിറ്റിസൺ, എന്താ പറയുക, നല്ലൊരു പബ്ലിക് സിറ്റിസൺ ആയ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളത് ഇൻഫോം ചെയ്യുക, അവരെ അറിയിക്കുക, പ്രോപ്പറായിട്ട് അവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? സോ ഇൻഫോം സീവേജ് ലീക്കേജ്, ഓപ്പൺ ഡ്രെയിൻസ്, ഓവർഫ്ലോയിങ് ഓഫ് ഡ്രെയിൻസ്, അൺഹൈജീനിക് ആൻഡ് അൺസാനിറ്ററി കണ്ടീഷൻസ് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ അറിയിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന രീതിയിൽ നമ്മൾ കീപ്പപ്പ് ചെയ്യേണ്ടത്. ആസ് എ പേഴ്സൺ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? റെഡി അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ. ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഇതാണ്ടോ യൂക്കാലിപ്റ്റസ് മരം പിടിപ്പിച്ച് വെച്ച ഒരു കണ്ടീഷൻസ് ആണിത്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് യൂക്കാലിപ്റ്റസ് മരമൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ അതിങ്ങനെ അബ്സോർബ് ചെയ്യുന്ന ഒരു കാര്യം. വാട്ടർ സേവ് ചെയ്യുക, നൈസായിട്ട് വാട്ടർ പ്രൊട്ടക്റ്റ് ചെയ്യണം, കൺസേർവ് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അത് പ്രോപ്പറായിട്ട് ചെയ്യുക കേട്ടോ.
ഇനി ബെറ്റർ ഹൗസ് കീപ്പിംഗ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞൊരു പാർട്ടിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. എന്തായിരിക്കും മക്കളെ ബെറ്റർ ഹൗസ് കീപ്പിംഗ് പ്രാക്ടീസസ് എന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയാലോ? സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഒന്ന്, ബെറ്റർ ഹൗസ് കീപ്പിംഗ് പ്രാക്ടീസസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഷുഡ് നോട്ട് ത്രോ ഓയിൽ ആൻഡ് ഫാറ്റ്സ് ഇൻ ദ ഡ്രെയിൻസ്. ഷുഡ് നോട്ട് ത്രോ ഓയിൽ ആൻഡ് ഫാറ്റ്സ് ഇൻ ദ ഡ്രെയിൻസ്. ഡ്രെയിൻസിൽ എന്താണ് മക്കളെ? പ്ലീസ് ഷുഡ് നോട്ട് ത്രോ. എന്താണ് ത്രോ ചെയ്യാൻ പറ്റാത്തത്? ഓയിലും ആൻഡ് ഫാറ്റ്സ് ഇൻ ഡ്രെയിൻസ്. ഓയിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങളും ഫാറ്റ് അടങ്ങിയ സാധനങ്ങളും അങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ നിങ്ങൾ മാക്സിമം ഡ്രെയിനിന് ഒഴിവാക്കാൻ ശ്രമിക്കുക, അതിലേക്ക് ഇടാതെ നിൽക്കാൻ ശ്രമിക്കുക. ഡു നോട്ട് ത്രോ ഓയിൽ ആൻഡ് ഫാറ്റ്സ് ഇൻ ഡ്രെയിൻസ്. ഡ്രെയിൻസിൽ ഓയിലും ഫാറ്റ്സും നിങ്ങൾ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? മൈൻഡിൽ വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ശ്രദ്ധിച്ചോ. അവോയ്ഡ് ത്രോയിങ് എന്ത്? കെമിക്കൽസ് ലൈക്ക് പെയിന്റ്, സോൾവെന്റ്സ്, ഇൻസെക്ടിസൈഡ്സ്. അവോയ്ഡ് ത്രോയിങ് ഓഫ് എന്താണ് മക്കളെ? സെക്കൻഡ് വൺ, അവോയ്ഡ് ത്രോയിങ് ഓഫ് കെമിക്കൽസ്. അതായത് കെമിക്കൽ സബ്സ്റ്റൻസസ് നമ്മൾ വേസ്റ്റ് വാട്ടറിലേക്ക് എറിയാതിരിക്കാനും അത് ചെയ്യാതിരിക്കാനും ശ്രമിക്കുക. കാരണം അത് ടോക്സിക് ആയിട്ട് വെള്ളത്തിൽ റിയാക്ട് ചെയ്തിട്ട് വെള്ളത്തിലെ ഓർഗാനിസം മരിക്കുകയും അതേപോലെ നമുക്കത് കുടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള യൂസിനോ അത് പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ബെറ്റർ ഹൗസ് കീപ്പിംഗ് നമ്മൾ ചെയ്തേ പറ്റൂ. ആ പ്രാക്ടീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം. ടു അവോയ്ഡ് ത്രോയിങ് കെമിക്കൽസ് ലൈക്ക് എന്തൊക്കെയാണ്? പെയിന്റ്. പെയിനൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വെള്ളത്തിലായുള്ള അവസ്ഥ, അതിൻ്റെ ടേസ്റ്റ് മാറും, അത് ഭയങ്കരമായിട്ട് പൊല്യൂഷൻ ഭയങ്കര രീതിയിൽ അത് വേസ്റ്റ് വാട്ടർ ആയിട്ട് തന്നെ മാറും. നോ യൂസ് ഓഫ് ദാറ്റ് വാട്ടർ. വാട്ടറിന് പിന്നെ ഒരു യൂസും ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ പെയിന്റ്, അതേപോലെ തന്നെ സോൾവെന്റ്സ്, ഇൻസെക്ടിസൈഡ്സ് ഒക്കെ, അതേപോലെ തന്നെ മെഡിസിൻസ് etc. Because it may kill microbes and they help to purify water. അപ്പോൾ വെള്ളത്തിലുള്ള മൈക്രോബ്സിനൊക്കെ, അതായത് ബാക്ടീരിയാസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയസ് ഒക്കെ ആര് വന്ന് കൊല്ലും? ഈ കെമിക്കൽസ് വന്ന് അറ്റാക്ക് ചെയ്ത് അവരെ കൊല്ലും. അപ്പോൾ പിന്നെ അവർക്ക് കൂടി ജീവിക്കാനില്ലാത്തൊരവസ്ഥ ആണ് ഉണ്ടാവുക. സോ എന്താണ്? അവോയ്ഡ് ത്രോയിങ് കെമിക്കൽസ് ലൈക്ക് പെയിന്റ്, സോൾവെന്റ്സ്, മെഡിസിൻസ് എക്സെട്ര. എന്തിനാണ്? ബിക്കോസ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്, നിങ്ങൾ ഓർത്തോക്കണം. ബിക്കോസ് എന്താണ് മക്കളെ അതിന്റെ റീസൺ? ബിക്കോസ് ഇറ്റ് മേ കിൽ മൈക്രോബ്സ് that help to purify water. Because it may kill microbes that help to purify water. വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ മൈക്രോബ്സിനെ, വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന മൈക്രോബ്സിനെ അവരെ കൊല്ലും, അവരെ നശിപ്പിച്ച് കളയും. അതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ. മനസ്സിലായോ മക്കളെ? കത്തിയ നിങ്ങൾക്ക് പോയിന്റ് കിട്ടിയില്ലേ? പിടിയിട്ടില്ലേ? അവോയ്ഡ് ത്രോയിങ് ആൻഡ് യൂസ്ഡ് ടീ ലീവ്സ്, സോളിഡ് ഫുഡ് റിമെയിൻസ്, സോഫ്റ്റ് ടോയ്സ്, കോട്ടൺ, സാനിറ്ററി ടവൽസ് എക്സെട്ര. അവോയ്ഡ് ത്രോയിങ് ഓഫ് എന്താണ്? അവോയ്ഡ് ത്രോയിങ് ഓഫ് എന്തൊക്കെയാണ്? ത്രോയിങ് ഓഫ് യൂസ്ഡ് ടീ ലീവ്സ്. തേയില യൂസ് ചെയ്ത ടീ ലീവ്സ് ടോക്സിക് ആണ്. യൂസ്ഡ് ടീ ലീവ്സ് ടോക്സിക് ആണ്. അതേപോലെ തന്നെ സോളിഡ് ഫുഡ് റിമെയിൻസ്, പിന്നെ സോഫ്റ്റ് ടോയ്സ്, കോട്ടൺ, സാനിറ്ററി നാപ്കിൻസ്, ടവൽസ്, കോട്ടൺ, സാനിറ്ററി നാപ്കിൻസ്, ടവൽസ് എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബെറ്റർ ഹൗസ് കീപ്പിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ. അവോയ്ഡ് ത്രോയിങ് ഓഫ് യൂസ്ഡ് ടീ ലീവ്സ്, സോളിഡ് ഫുഡ് റിമെയിൻസ്, സോഫ്റ്റ് ടോയ്സ്, കോട്ടൺ, സാനിറ്ററി ടവൽസ് എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ബെറ്റർ ആയിട്ടുള്ള ലിവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നല്ല രീതിയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബെറ്റർ ലിവിങ്ങിലേക്ക്, നമുക്ക് ഹൗസ് കീപ്പിങ്ങിലേക്ക് നമുക്ക് പറ്റുള്ളൂ. എന്തൊക്കെയാണ് മക്കളെ? ഷുഡ് നോട്ട് ത്രോ ഓയിൽ ആൻഡ് ഫാറ്റ് ഇൻ ദ ഡ്രെയിൻസ്, അവോയ്ഡ് ത്രോയിങ് കെമിക്കൽസ് ലൈക്ക് പെയിന്റ്, സോൾവെന്റ്സ്, ഇൻസെക്ടിസൈഡ്, അതേപോലെ മെഡിസിൻസ് എക്സെട്ര. ബിക്കോസ് ഇറ്റ് മേ കിൽ മൈക്രോബ്സ് ദാറ്റ് ഹെൽപ്സ് ടു പ്യൂരിഫൈ വാട്ടർ.
അതേപോലെ അവോയ്ഡ് ത്രോയിങ് യൂസ് ടീ ലീവ്സ്, സോളിഡ് ഫുഡ് റിമെയിൻസ്, സോഫ്റ്റ് ടോയ്സ്, കോട്ടൺ, സാനിറ്ററി ടവൽസ് എക്സെട്രാ. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ് ആണ് നമ്മൾ ബെറ്റർ ഹൗസ് കീപ്പിംഗ് പ്രാക്ടീസസ് എന്ന ഏരിയയിൽ നമ്മൾ കവർ ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഇത് നോക്ക്, നമ്മൾ ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് നല്ല രീതിയിൽ റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന രീതിയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ വീട്ടിലാണ് ആദ്യം തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടത്. നമ്മൾ വെറുതെ വലിച്ചെറിയുക, വെള്ളത്തിലൊക്കെ വെറുതെ ഇങ്ങനെ കണ്ടിങ്ങനെ എറിയുക, അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഈ ഹൗസ് കീപ്പിംഗ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾക്കത് പിന്നെ നിങ്ങളുടെ പബ്ലിക്കിലേക്ക് ഇറങ്ങി ഈ കാര്യങ്ങൾ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം അവർ എൻവയോൺമെന്റ് ആണ്, നമ്മുടെ എല്ലാവരുടെ എൻവയോൺമെന്റ് ആണ്, നമ്മളത് കാത്തുസൂക്ഷിച്ചേ പറ്റുള്ളൂ. അവ നമ്മൾ തന്നെയാണ് അത് കൺസേർവ് ചെയ്യേണ്ട ആളുകൾ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. സോ വി ഹാവ് കംപ്ലീറ്റ്ലി ഡിസ്കസ്ഡ് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ സിറ്റിസൺ. എങ്ങനെയാണ് ഒരു സിറ്റിസണിന്റെ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ്. അത് വേസ്റ്റ് കാണുമ്പോൾ അവരുടെ എൻവയോൺമെന്റിനെ അഗേൻസ്റ്റ് അങ്ങനെ ഒരു വേസ്റ്റിന്റെ ഒരു പ്രോസസ് കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസ് കാണുമ്പോഴോ എങ്ങനെയാണ് ഒരാൾ റിയാക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും അതെങ്ങനെയാണ് പബ്ലിക്കിൽ ഇൻഫ്ലുവൻസ് ആക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു അവയർനെസ് പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്തല്ലോ. സോ ദീസ് കോൺസെപ്റ്റ്സ് ആർ important. Okay, അതൊക്കെ നമ്മൾ പഠിക്കുക. Now we are going to learn about some of the important concepts related to this section. ലാസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോകുമ്പോൾ അവിടത്തേക്ക് എത്തുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് വെർമി പ്രോസസ്സിംഗ് ടോയ്ലറ്റ്, വെർമി കമ്പോസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാം. So before that you just take your notebook, start writing the important points from this section. So my dear students, let's start the new concept, that is vermi processing toilets. Vermi processing toilets എന്താണെന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? റെഡി അല്ലേ മക്കളെ? എന്നാവാ. So we are going to discuss about vermi processing toilets. Clear? Okay അല്ലേ? റെഡി അല്ലേ? എന്ന് ശ്രദ്ധിച്ചോ. Human excreta is treated by earthworms. Human excreta is treated by earthworms. എങ്ങനെയാണ് മക്കളെ? ഹ്യൂമൻ എക്സ്ക്രീറ്റ ഉണ്ടാവില്ലേ, നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്റ അത് ട്രീറ്റ് ചെയ്യുന്നത് ആരെ വെച്ചിട്ടാണ്? earthworm ഉപയോഗിച്ചിട്ടാണ് അവ ട്രീറ്റ് ചെയ്യുന്നത്. is treated with earthworms. നോക്കാം. low water use toilet for safe processing of human waste. എങ്ങനെയാണ് മക്കളെ? ലോ വാട്ടർ യൂസ് ടോയ്ലറ്റ്, ലോ വാട്ടർ, കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത് ടോയ്ലറ്റിൽ ഫോർ ദ സേഫ് പ്രോസസ്സിംഗ് ഓഫ് ഹ്യൂമൻ വേസ്റ്റ്. എന്താണ് മക്കളെ? ലോ വാട്ടർ യൂസ് ആണ്. ലോ വാട്ടർ യൂസ് ടോയ്ലറ്റ്, അതായത് കുറച്ച് വെള്ളം മതി. വെള്ളത്തിൻ്റെ അളവ്, നമ്മളൊരു വാഷ്റൂമിൽ, ഒരു ബാത്റൂമിൽ, ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര കുറവായിരിക്കും ഈ ഒരു കേസിൽ. അപ്പോൾ നോക്ക്, ലോ വാട്ടർ ടോയ്ലറ്റ് യൂസ് ഫോർ സേഫ് പ്രോസസ്സിംഗ് ഓഫ് ഹ്യൂമൻ വേസ്റ്റ്. സേഫ് പ്രോസസ്സിംഗ് ഓഫ് എന്ത്? ഹ്യൂമൻ വേസ്റ്റിൻ്റെ സേഫ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ മക്കളെ? സോ ഹ്യൂമൻ എക്സ്ക്രീറ്റ ഈസ് ട്രീറ്റഡ് ബൈ earthworms ആൻഡ് ഓൾസോ ലോ വാട്ടർ യൂസ് ടോയ്ലറ്റ് ഫോർ സേഫ് പ്രോസസ്സിംഗ് ഓഫ് ഹ്യൂമൻ വേസ്റ്റ്. ഓക്കെ അല്ലേ കോൺസെപ്റ്റ്? ഇനി ശ്രദ്ധിച്ചോ. The operation of bathroom is very simple and hygienic. ഇങ്ങനെ വെർമി പ്രോസസ്സിംഗ് ടോയ്ലറ്റ്സിന്റെ ബാത്റൂംസിന്റെ കേസ് നോക്ക്. The operation of bathroom is very simple as well as their hygiene. അത് വെരി സിമ്പിളുമാണ്, അതേപോലെ തന്നെ നല്ല രീതിയിൽ ഹൈജീനിക്കുമാണ്. സിമ്പിളുമാണ്, അതേപോലെ തന്നെ ഹൈജീനിക്കുമാണ്. So the operation of bathroom, the operation of bathroom is very simple and hygienic. is very simple and hygienic ആണ്. അത് അത്രയും സിമ്പിളുമാണ്, ഹൈജീനിക്കുമാണ്. സിമ്പിളുമാണ്, അതേപോലെ ഹൈജീനിക്കും കൂടിയാണ്. ശ്രദ്ധിച്ചോ. The operation of bathroom is very simple and hygienic. അത് അത്രയും സിമ്പിളുമാണ്, ഹൈജീനിക്കും കൂടിയാണ്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് മക്കളെ? ഇനി ശ്രദ്ധിച്ചോ. Human excreta is completely converted into vermi cakes. നോക്ക്, ഹ്യൂമൻ എക്സ്ക്രീറ്റ ആണ് ഇതിന്റെ കേസ്. നോക്ക് നിങ്ങൾ, ഇത്ര ഇതാണ്. ഹ്യൂമൻ എക്സ്ക്രീറ്റ ഇല്ലടാ, പിന്നെ നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്റ അവരെന്താ ചെയ്യുക? ഹ്യൂമൻ എക്സ്ക്രീറ്റ
ഈസ് കൺവേർട്ടഡ് ഇൻ ടു എന്താണ് വെർമി കേക്ക്സ് എന്നൊരു രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ആക്കുന്നുണ്ട്. എന്താണ് മക്കളെ കൺവേർട്ട് ആക്കുന്നത്? എന്തിലാണ് പേരിലാണ് കൺവേർട്ട് ആക്കുന്നത്? വെർമി കേക്ക്സ്. So human excreta is completely converted into vermicakes. Vermicakes എന്നൊരു പേരിൽ തന്നെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എ റിസോഴ്സ് മച്ച് നീഡഡ് ഫോർ സോയിൽ. അതാണ് വെർമിക്കേക്സ് എന്ന് പറയുമ്പോൾ അതൊരു റിസോഴ്സ് ആണ്. സോയിലിന് അത്രയും വേണ്ടപ്പെട്ട ഒരു റിസോഴ്സ് ആയിട്ട് അതിനെ മാറ്റിയെടുക്കുന്നു. റിസോഴ്സസ് മച്ച് നീഡഡ് ഫോർ സോയിൽ. സോയിലിന് വേണ്ട നല്ലൊരു റിസോഴ്സ് ആയിട്ടാണ് അതിനെ മാറ്റുന്നത്. നമ്മളിപ്പോൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ? വെർമി പ്രോസസിങ് ടോയ്ലറ്റ്സ് ആണ്. അതായത് എർത്ത് ഫോം ഉപയോഗിച്ചിട്ട് ഹ്യൂമൻ എക്സ്ക്രീറ്റ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ വെർമി കേക്ക്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുക, അത് സോയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാറ്റാൻ പറ്റുക, സോയിൽ ഫെർട്ടിലിറ്റി ഒക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാറ്റാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വെർമി പ്രോസസിങ് ടോയ്ലറ്റ്സിലെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ human excreta is treated by earthworms. Human excreta is treated by earthworms ആണ്. ലോ വാട്ടർ യൂസ് ആണ്. അതേപോലെ എന്താണ് മക്കളെ? ലോ വാട്ടർ യൂസ് ടോയ്ലറ്റ് ആൻഡ് പ്രോസസിങ് ഓഫ് ഹ്യൂമൻ വേസ്റ്റ്. ലോ യൂസ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ഈസിലി സേഫ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ സേഫ് പ്രോസസ്സിംഗ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ലീക്കേജ്, അങ്ങനെയുള്ള ബാക്ടീരിയാസിൻ്റെ സംഭവങ്ങളോ ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. The operation of bathroom is very simple and hygienic. Operation of bathroom is very simple as well as that hygienic ആണ്. Human excreta is completely converted into vermicake. Human excreta is completely converted into എന്താണ്? vermicake, a resource much needed for soil. A resource that is much needed for soil. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വെർമി പ്രോസസിങ് ടോയ്ലറ്റ്സിൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് വെർമി പ്രോസസിങ് ടോയ്ലറ്റ്സ് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ അത്ര ഇതിൽ എത്ര വാട്ടർ ഷോർട്ടേജ്, വാട്ടർ ലാഭിക്കാൻ പറ്റും, അങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക് ഇത് ലാഭം നമുക്ക് കണ്ടെത്തി നമ്മുടെ നേച്ചറിനെ, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന സേഫസ്റ്റ് മെത്തേഡാണ് വെർമി പ്രോസസിങ് ടോയ്ലറ്റ്സ് എന്ന് നമുക്ക് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? Now sanitation and domestic and public sanitation, that is domestic as well as public. സാനിറ്റേഷൻ്റെ കേസാണ് നമ്മൾ പഠിക്കുന്നത്. സാനിറ്റേഷൻ അത് ആരുടെയൊക്കെ സാനിറ്റേഷൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്? ഡൊമസ്റ്റിക് ആസ് വെൽ ആസ് പബ്ലിക്. അപ്പോൾ എന്താണ് സാനിറ്റേഷൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കാണാം. സാനിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഹൈജീനിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അത് എന്തിൻ്റെ കേസിലായിക്കോട്ടെ, പേഴ്സണൽ ആയിക്കോട്ടെ, അല്ലാതെ ബോഡി എങ്ങനെയായിട്ടുള്ള ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ സാനിറ്റേഷനിൽ നമ്മൾ കാണപ്പെടുന്നത്. സോ അതിൽ നമ്പർ 1 വി ഹാവ് ഡൊമസ്റ്റിക് ഹൈജീൻ. അതിലൊന്നാമതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് മക്കളെ? ഡൊമസ്റ്റിക് ഹൈജീൻ. അപ്പോൾ ഡൊമസ്റ്റിക് ഹൈജീൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സാനിറ്റേഷൻ എന്ന രീതിയിൽ ഡൊമസ്റ്റിക്കലി നമുക്കൊരു ഹൈജീനിസിറ്റി എങ്ങനെയൊക്കെയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ. വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് ബാത്തിങ് റെഗുലർലി. വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് ബാത്തിങ് റെഗുലർലി ആൻഡ് ലോണ്ടറിങ്. അപ്പോൾ ഡൊമസ്റ്റിക് ഹൈജീനിൻ്റെ കേസിൽ ഹൈജീൻ്റെ കേസിൽ നമുക്ക് എന്താ പറയുക? നമ്പർ 1 വി ഹാവ് എന്താണ് മക്കളെ? വാഷിംഗ് ഹാൻഡ് വിത്ത് സോപ്പ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് എന്ന രീതിയിൽ ആൻഡ് ബാത്തിങ് റെഗുലർലി. ബാത്തിങ് റെഗുലർലി ആൻഡ് ബാത്തിങ് റെഗുലർലി. വാഷിംഗ് ഹാൻഡ് വിത്ത് സോപ്പ് ആൻഡ് വാഷിംഗ് റെഗുലർലി. ക്ലിയർ അല്ലേ മക്കളെ? അതേപോലെ നോക്ക് ലോണ്ടറിങ്. ലോണ്ടറിങ് ലോണ്ടറിങ് എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ലോണ്ടറി മെയിൻറ്റെയിൻ ചെയ്യണം. ലോണ്ടറിങ് എന്ന് പറഞ്ഞ കാര്യങ്ങളും നമ്മൾ നോക്കണം. ഓക്കെ അല്ലേ? അലക്കാനും അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡ്രസ്സൊക്കെ നമ്മൾ ലോണ്ടറി ചെയ്യണം. പ്രോപ്പറായിട്ട് വൃത്തിയായിട്ട് ഡ്രസ്സൊക്കെ അലക്കി വൃത്തിയാക്കി വെക്കണം. ക്ലിയർ അല്ലേ മക്കളെ? സോ എന്താണ് വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് ബാത്തിങ് റെഗുലർലി? വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് ബാത്തിങ് റെഗുലർലി ഇമ്പോർട്ടൻ്റ് ആണ്. ലോണ്ടറിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി യൂസ് വിത്ത് ഹെൽപ്പ് ഓഫ് എന്താണ് ഡിറ്റർജൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ സോപ്സ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ലിക്വിഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലോണ്ടറിങ് പ്രോപ്പറായിട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡൊമസ്റ്റിക് ഹൈജീനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഡൊമസ്റ്റിക് ഹൈജീനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? അതിൻ്റെ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? സോ ഡൊമസ്റ്റിക് ഹൈജീൻ എന്ന് പറയുമ്പോൾ വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് ബാത്തിങ് റെഗുലർലി ആൻഡ് ലോണ്ടറി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? നൗ സെക്കൻഡ് വൺ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് അബൌട്ട്
പബ്ലിക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹൈജീൻ എന്താണ്? രണ്ടാമത് പബ്ലിക് അല്ലെങ്കിൽ പബ്ലിക് ഓർ കമ്മ്യൂണിറ്റി ഹൈജീൻ. എന്താണ് മക്കളെ പബ്ലിക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹൈജീൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുക എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചോ. മാർക്കറ്റ് പ്ലേസ് ആൻഡ് ഫെയർസ്. മാർക്കറ്റ് പ്ലേസും ഫെയർസും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ പ്രോപ്പർ മെയിൻറ്റെയിനിങ് ഓഫ് മാർക്കറ്റ് പ്ലേസ് ആൻഡ് ഫെയർസ്, അവിടെയൊക്കെ പ്രോപ്പർ ആയിട്ടൊരു മെയിൻ്റെനൻസ് വെക്കണം. നമ്മുടെ അവിടെ പേഴ്സണൽ ഹൈജീൻ മാത്രം പോരാ, അവിടെ പല രീതിയിലുള്ള ആളുകൾ അവിടെ ആ ഏരിയസ് വരും. അപ്പം നല്ല സാനിറ്റൈസേഴ്സ് ഒക്കെ കടയിൽ ഉണ്ടാകുമ്പോൾ, മാർക്കറ്റ് പ്ലേസിലൊക്കെ ഉണ്ടാകുമ്പോൾ, അതേപോലെ തന്നെ അങ്ങനെ ഡിസിൻഫെക്റ്റൻ ആയിട്ടുള്ള ഏരിയാസും അങ്ങനെ മെഷി ആയിട്ടുള്ള ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആയിരിക്കണം ആ പ്രോപ്പർ ആയിട്ടുള്ള. അങ്ങനെയുള്ളൊരു മെയിൻ്റെനൻസ് അവിടെ കൊടുക്കാൻ പറ്റണം. സോ പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് മാർക്കറ്റ് പ്ലേസ് ആൻഡ് ഫെയർസ് നമുക്ക് പറയാൻ പറ്റും. സോ പ്രോപ്പറായിട്ട് ആ ഏരിയാസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, സാനിറ്റേഷൻ കീപ്പപ്പ് ചെയ്യണം. അതേപോലെ റെയിൽവേ സ്റ്റേഷൻസ്. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പല ദിക്കുന്ന ട്രെയിനുകളും അതിൽ നിന്ന് ആളുകളും വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് സാനിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം, ബാക്കിൽ സൈഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ മാനേജ്മെന്റ് ഇൻ റെയിൽവേ സ്റ്റേഷൻ, ഓഫ് സാനിറ്റേഷൻ, അവിടെ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ പ്രോപ്പറായിട്ട് വാഷിങ് കാര്യങ്ങളൊക്കെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പബ്ലിക് ഓർഗനൈസേഷൻസ് ചെയ്യുന്നതാണ്. സോ മാനേജ്മെന്റ് ഓഫ് സാനിറ്റേഷൻ ഇൻ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ. അതേപോലെ തന്നെ എയർപോർട്ട്സിലും ഈ സെയിം സംഭവങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഒക്കെ അതൊക്കെ ചെയ്ത് വരുന്നുണ്ട്, നോ ഇഷ്യൂസ് ഫോർ ദാറ്റ്. എയർപോർട്ട്സിലും ഈ സെയിം സാധനങ്ങൾ നമ്മൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഈ സെയിം സാധനം റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും അതേപോലെ തന്നെ ബസ് ഡിപ്പോസിലും അത് പാലിക്കണം. ഹോസ്പിറ്റൽസിൽ അതിൻ്റെ ഹയർ വേരിയൻ്റ് ആയിരിക്കണം ബസ് ഡിപ്പോസ്. ആൻഡ് ഹോസ്പിറ്റൽസിൻ്റെ കേസിലും നമ്മൾ ഇത് തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഹോസ്പിറ്റൽസാണ്, പല ഡിസീസുള്ള ആളുകളുണ്ടാവും, പല രീതിയിൽ സ്പ്രെഡിങ്സ് നടക്കാം. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എന്താ പറയുക സാനിറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. സാനിറ്റൈസേഴ്സൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം. നമ്മൾ അവിടെ ഇറങ്ങുമ്പോഴും പേഷ്യൻസിനെ കാണാൻ പോകുമ്പോഴും ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നേഴ്സ് ആയിക്കോട്ടെ അവരൊക്കെ പ്രോപ്പർ ഹൈജീനിസിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമ്മളെ കൂടി അവർക്ക് രക്ഷിക്കാൻ പറ്റും, നമ്മളെ കൂടി അവർക്ക് ഒന്ന് ശ്രദ്ധിക്കണം എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഈ ടോപ്പിക്ക് പറയുന്നത്. സോ പബ്ലിക് ആൻഡ് കമ്മ്യൂണിറ്റി ഹൈജീനിൽ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് മക്കളെ? മാർക്കറ്റ് പ്ലേസസ് ആൻഡ് ഫെയർസ് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതേപോലെ റെയിൽവേ സ്റ്റേഷൻസ് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ എയർപോർട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ബസ് ഡിപ്പോട്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ ഹോസ്പിറ്റല് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം, മാനേജ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് ആൻഡ് പബ്ലിക് ഹൈജീൻ സാനിറ്റേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? സോ ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? സെറ്റ് അല്ലേ? റെഡി അല്ലേ? നമുക്കിനി അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്താലോ? റെഡി? ഓക്കെ. പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക, ഹാൻഡ് വാഷ് ചെയ്യുക. നമ്മൾ പറഞ്ഞു പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ കൈ കഴുകുക. ഡെയിലി നമ്മൾ രാവിലെ എഴുന്നേറ്റോടെ കുറച്ചൊന്ന് കൈ കഴുകി എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൈ കഴുകുക. കാരണം ബാക്ടീരിയാസ് നമ്മളെ കയ്യിലൂടെ വായിലേക്ക് എത്തും, അതിലൂടെ പിന്നെ പ്രോബ്ലംസ് ആയി അങ്ങനെ ആയിട്ട് മാറും. അപ്പോൾ ഹൈജീനിസിറ്റി മാനേജ് ചെയ്യണം. പ്രോപ്പർ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. പേഴ്സണൽ ഹൈജീന് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. പേഴ്സണൽ ഹൈജീന് മാനേജ് ചെയ്തേ പറ്റൂ നമ്മൾ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പേഴ്സണൽ ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇനി നമുക്ക് അൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ഫോർ സീവേജ് ഡിസ്പോസൽ. എന്താണ് മക്കളെ സീവേജ് ഡിസ്പോസലിനായിട്ട് അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് അൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ്സ് ഉള്ളത്? വാട്ട് ആർ ദ അറേഞ്ച്മെന്റ്സ്? സീവേജ് ഡിസ്പോസലിനായിട്ട് നമുക്ക് വേറെ എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ഉള്ളതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ദ അൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ്സ് ഫോർ സീവേജ് ഡിസ്പോസൽ? സീവേജ് ഡിസ്പോസലിനായിട്ടുള്ള അൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ നോട്ട്ബുക്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നോട്ട് ഡൗൺ ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്, സെറ്റാണ്. ഓക്കെ. സോ നമ്പർ 1 അൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് നോക്കാം. അൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ഫോർ സീവേജ് ഡിസ്പോസൽ.
എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. ലോ കോസ്റ്റ് ഓൺസൈറ്റ് സീവേജ് ഡിസ്പോസൽ സിസ്റ്റം. എന്താണ് മക്കളെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഓൺസൈറ്റ് സീവേജ് ഡിസ്പോസൽ. എന്താണ് മക്കളെ ഈ ലോ കോസ്റ്റ് ഓൺസൈറ്റ് സീവേജ് ഡിസ്പോസൽ എന്ന കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. എന്താണ് ലോ കോസ്റ്റ് ഓൺസൈറ്റ് സീവേജ് ഡിസ്പോസൽ സിസ്റ്റം? ഫോർ എക്സാമ്പിൾ വി ഹാവ് സെപ്റ്റിക് ടാങ്ക്സ്, കെമിക്കൽ ടോയ്ലറ്റ്സ്, കമ്പോസ്റ്റിംഗ് പിറ്റ്സ്. എന്തൊക്കെയാണ് നമുക്ക് സെപ്റ്റിക് ടാങ്ക്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ലോ കോസ്റ്റ് ഓൺസൈറ്റ് സീവേജ് ഡിസ്പോസൽ. അതായത് നമ്മുടെ സൈറ്റിൽ തന്നെ നമ്മുടെ ചുറ്റുപാടത്ത് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക സീവേജ്, നമ്മുടെ വേസ്റ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് എന്ത് ലോ കോസ്റ്റ് ഓൺസൈറ്റ് സീവേജ് ഡിസ്പോസൽ. അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് അതിനൊരു മാറ്റം തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ വി ഡു ഹാവ് എന്താണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടാവും. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് സെപ്റ്റിക് ടാങ്ക് ഉണ്ടാവില്ലേ മക്കളെ? അതേപോലെ എന്താണ് കെമിക്കൽ ടോയ്ലറ്റ്സ് വെക്കണം, കെമിക്കൽ ടോയ്ലറ്റ്സ്. പിന്നെയോ കമ്പോസ്റ്റിംഗ് പിറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചുറ്റുപാടൊക്കെ നമുക്ക് തന്നെ പരമാവധി വൃത്തിയാക്കാനും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നതല്ലേ മക്കളെ? സോ ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ മക്കളെ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ആൻഡ് അപ്പോൾ ലോ കോസ്റ്റ് ഓൺസൈറ്റ് സീവേജ് ഡിസ്പോസൽ സിസ്റ്റം ആണ്. അതിൻ്റെ കേസ് ആരൊക്കെ നമ്മൾ പറയുന്നു? സെപ്റ്റിക് ടാങ്ക്, കെമിക്കൽ ടോയ്ലറ്റ്സ്, കമ്പോസ്റ്റിംഗ് പിറ്റ്സ്. ആരൊക്കെ? സെപ്റ്റിക് ടാങ്ക്സ്, കെമിക്കൽ ടോയ്ലറ്റ്സ്, കമ്പോസ്റ്റിംഗ് പിറ്റ്സ്. ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ? ആരൊക്കെയാണുള്ളത്? സെപ്റ്റിക് ടാങ്ക് ഉണ്ട്, കെമിക്കൽ ടോയ്ലറ്റ്സ് ഉണ്ട്, കമ്പോസ്റ്റിംഗ് പിറ്റ്സും ഉണ്ട്. ക്ലിയർ? ഓക്കെ അല്ലേ മക്കളെ? ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ഏരിയയിൽ തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സെക്കൻഡ് വൺ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. Septic tanks are suitable for places where there is no sewage system, for hospitals, isolated buildings, clusters of 4 or 5 houses. ശ്രദ്ധിച്ചോ, എന്താണ് സെപ്റ്റിക് ടാങ്കിന്റെ കേസിൽ നമുക്ക് പറയാം. സെപ്റ്റിക് ടാങ്ക് എവിടെയൊക്കെയാണ്? ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ എവിടേക്കാണ് സ്യൂട്ടബിൾ ചെയ്യുന്നത്? സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസസ് where there is no sewerage system. ഈ സീവറേജ് സിസ്റ്റം മെയിൻ ആയിട്ട് സിറ്റീസ് അങ്ങനെയുള്ള ഏരിയാസിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ നാട്ടും പുറത്തൊക്കെ നമുക്ക് അങ്ങനെ സീവറേജ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോഴെന്താണ് ഓൺസൈറ്റ് ആയിട്ട് നമ്മൾ ലോ കോസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക സെപ്റ്റിക് ടാങ്ക് പോലുള്ള സീവേജ് ഡിസ്പോസൽ സിസ്റ്റം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ സീവേജ് സിസ്റ്റം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളത് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ആരൊക്കെയാണ് വേണ്ടത്? ഫോർ ഹോസ്പിറ്റൽസ്, അതേപോലെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സ്, അതേപോലെ തന്നെ ക്ലസ്റ്റേഴ്സ് ഓഫ് 4 to 5 ഹൗസസ്. ഒരു 3-4 ഹൗസ് ഒക്കെ ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കോളനി പോലുള്ള ഏരിയാസ് ആയിക്കോട്ടെ, അവിടെയൊക്കെയാണ് നമുക്ക് എന്ത് വേണ്ടത്? വി നീഡ് സീവേജ് സിസ്റ്റം. അതായത് സെപ്റ്റിക് ടാങ്ക് ഒക്കെ നമുക്ക് ലോ കോസ്റ്റ് ഓൺസൈറ്റ് സീവേജ് ഡിസ്പോസൽ സിസ്റ്റം നമുക്ക് കമ്പൾസറി ആയിട്ട് വേണ്ടത് മക്കളെ. സോ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടിയോ? സെറ്റല്ലേ? ഈ ഒരു കോൺസെപ്റ്റും ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? സോ അത്ര കാര്യങ്ങളൊന്നും മൈൻഡിൽ വെക്കുക. ഇനി ഓൺസൈറ്റ് ഹ്യൂമൻ വേസ്റ്റ് ഡിസ്പോസൽ ടെക്നോളജി. അടുത്തായിട്ട് എന്താണ്? ഓൺസൈറ്റ് ഹ്യൂമൻ വേസ്റ്റ് ടെക്നോളജി. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഓൺസൈറ്റ് ഹ്യൂമൻ വേസ്റ്റ് ഡിസ്പോസൽ ടെക്നോളജി. എന്താണ് ഓൺസൈറ്റ് ഹ്യൂമൻ വേസ്റ്റ് ഡിസ്പോസൽ ടെക്നോളജി? ശ്രദ്ധിച്ചോ, ഓൺസൈറ്റ് ഹ്യൂമൻ വേസ്റ്റ് ഡിസ്പോസബിൾ ടെക്നോളജി. ശ്രദ്ധിച്ച് എന്താണ്? നോ സ്കാവഞ്ചറിങ് റിക്വയർഡ്. Scavenging is required. That is, excreta from toilet seats flow through covered drains into biogas plant. അതായത് ടോയ്ലറ്റിൽ നിന്നുള്ള എക്സ്ക്രീറ്റ ഡയറക്ട്ലി അവിടെ വേറെ സ്കാവഞ്ചിങ് അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട, വേറെ കമ്പോസ്റ്റിംഗ് പോലെ ഒന്നും വേണ്ട. അത് ഡയറക്റ്റ് ആയിട്ട് ഫ്ലോസ് ത്രൂ ആൻഡ് കൺവേർട്ടഡ് ടു ഡ്രെയിൻസ് ഇൻ ടു ബയോഗ്യാസ്. അതായത് ബയോഗ്യാസ് ആയിട്ട് കൺവേർഷൻ നടത്തുക. എന്തിനെ?
ഹ്യൂമൻ വേസ്റ്റിനെ അതായത് എക്സ്ക്രീറ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക, ബയോഗ്യാസ് ആയിട്ട്, യൂസ്ഫുൾ എലമെന്റ് ആയിട്ടുള്ള ബയോഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഇവിടെ പറയുന്നത്. എന്താണ് അതിന്റെ പേര്? ഓൺ സൈറ്റ് ഹ്യൂമൻ വേസ്റ്റ് ഡിസ്പോസൽ ടെക്നോളജി. നോ സ്കാവഞ്ചിങ് റിക്വയർഡ്. സ്കാവഞ്ചിങ് അവിടെ റിക്വയർഡ് അല്ല. എക്സ്ക്രീറ്റ ഫ്രം ടോയ്ലറ്റ് സീറ്റ്സ് ഫ്ലോ ത്രൂ കവേർഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് സീറ്റ്സ്, അവിടുന്ന് അത് കവേർഡ് ആയിട്ട് നല്ല ഡ്രെയിൻസിലേക്ക് പോയിട്ട് അവിടുന്ന് പ്രോപ്പർ ആയിട്ട് എന്ത് ബയോഗ്യാസ് ആയിട്ട് അവ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൺ സൈറ്റ് ഹ്യൂമൻ വേസ്റ്റ് ഡിസ്പോസൽ ടെക്നോളജി. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? കോൺസെപ്റ്റ് റെഡി അല്ലേ? ഓക്കെ. നൗ ഡിസീസ് ആൻഡ് കൺട്രോൾ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മക്കളെ, ഡിസീസ് ആൻഡ് കൺട്രോൾ എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് ഈ ഡിസീസ് ആൻഡ് കൺട്രോൾ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുക? ഒന്ന് ശ്രദ്ധിച്ചോ. വാട്ട് യു മീൻ ബൈ ഡിസീസ് ആൻഡ് കൺട്രോൾ? ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഡിസീസ് ആൻഡ് കൺട്രോളിൽ നമുക്ക് കോസസ് ഓഫ് ഡിസീസസ് എന്ന് നോക്കാം. എന്താണ് ഡിസീസസിന്റെ മെയിൻ കോസ്? നിങ്ങൾക്ക് ഈ പിക്ചർ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടാൽ തന്നെ അവിടെ അസുഖം വരുന്ന ഉറപ്പല്ലേ മക്കളെ? ഇതെല്ലാം കണ്ടോ? അപ്പോൾ ഇതൊക്കെ അത്രയും ബാഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ സാനിറ്റേഷൻ ഇല്ലാത്ത അവസ്ഥ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും ഇല്ലാത്ത വീടുകളൊക്കെ നമ്മുടെ നാടുകളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് നോക്കാം മക്കളെ. സോ കോസ് ഓഫ് ഡിസീസ് എന്താണ്? വാട്ട് ആർ ദ കോസസ് ഓഫ് ഡിസീസസ്? ഡിസീസിന്റെ കോസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കൺസപ്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ്. അപ്പോൾ കഴിക്കുന്നത് കൺസംഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ. അതായത് പ്രോപ്പറായിട്ട് നല്ല വൃത്തിശൂന്യമായിട്ടുള്ള ഏരിയാസ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഫുഡ് പോയിസണിങ് വരാം. അതേപോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളാണ് മെയിനായിട്ട് വരിക. അത് പല രീതിയിൽ അത് നമ്മുടെ ബോഡീനെ തന്നെ ഹാംഫുൾ ആയിട്ട് മാറ്റും. സോ കോസസ് ഓഫ് ഡിസീസസിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് കൺസപ്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ്. കൺസപ്ഷൻ, നമ്മൾ കഴിക്കുന്ന ഫുഡിലും നമുക്ക് മര്യാദയ്ക്ക് ഒന്ന് ഭക്ഷണം പോലും എന്താ പറയുക വിശ്വസിച്ചിട്ട് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. നിങ്ങൾ ആലോചിക്കുക, പ്രത്യേകിച്ച് നോർത്തിലൊക്കെ പോയാൽ ഈ ഹൈജീനിസിറ്റി എന്ന് പറഞ്ഞ സാധനം തൊട്ട് തീർന്നിട്ടില്ല അവരോട്, അല്ലേ? അത്രയും ബാഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. സോ എന്താണ് കൺസപ്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ്? ക്ലിയർ അല്ലേ? സോ എന്താണ് നമ്പർ 1? ഇറ്റ് ഈസ് കൺസപ്ഷനിങ് ഓഫ് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ. ഡിഫിക്കേഷൻ ഇൻ ഓപ്പൺ, അതായത് ഡിഫിക്കേഷൻ ഇൻ ഓപ്പൺ ഡിസീസസ് ലൈക്ക് എന്തൊക്കെയാണ്? ടൈഫോയിഡ്, പോളിയോ. ഇതെന്താ വായിക്കുക? കോറല, മാഗ്നറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് ആൻഡ് ഡയസെൻട്രി. അപ്പോൾ കോളറ ഉണ്ടാവും, കോളറ, ടൈഫോയിഡ്, പോളിയോ, മാഗ്നറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് ആൻഡ് ഡയസെൻട്രി. അപ്പോൾ കോളറ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നക്കാരൻ തന്നെയാണ്. അപ്പോൾ അതിന് മെയിനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ സ്വച്ഛ് ഭാരത് മിഷൻ പോലെ പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഒക്കെ ആയിട്ടാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ എന്താ പറയുക, ഡിഫിക്കേഷൻ ഇൻ ഓപ്പൺ, അതായത് ഈച്ചയൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ഇതിനൊക്കെ നമ്മൾക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് മക്കളെ. ഇതിനൊരു മെയിൻ കാരണം എന്ന് പറയുമ്പോൾ അവിടെ ഹൈജീനിറ്റി ഇല്ല തന്നെയാണ്. അവിടെ പ്രോപ്പറായിട്ട് സീവേജ് ട്രീറ്റ്മെന്റ് സിസ്റ്റമോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവർക്ക് അറിയില്ല, ഒരു ബോധമില്ല, ഒരു അവയർനെസ് അല്ല. ദേ ആർ നോട്ട് എന്താണ് പബ്ലിക്കലി അവെയർ ഓഫ് ദീസ് തിങ്സ്. ഇത് അവെയർ അല്ലാതെ അവർക്ക് ആർക്കോ വേണ്ടി ചെയ്യുന്ന ഭക്ഷണം അതിനിപ്പോൾ എന്താ ഈ ചിന്തയാണ് അവർക്ക് ഉണ്ടാകുന്നത്. പക്ഷെ അവർക്കത് അഡാപ്റ്റ് ആയതുകൊണ്ട് അവർക്ക് വലിയൊരു പ്രശ്നമുണ്ടല്ല. പക്ഷെ അത് മറ്റുള്ളവർക്ക് അത് അസുഖം ബാധിച്ച് അത് ഭയങ്കര ഇത് ഡെത്ത് വരെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെയാണ്? സ്വച്ഛ് ഭാരത് മിഷൻ, ക്ലീനിങ് മെഷീൻ ക്ലീൻ ചെയ്യുക, അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ അടിച്ച് പ്രോപ്പർ ആയിട്ടുള്ള സാനിറ്റേഷൻ, ഹൈജീനിസിറ്റി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല മിഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മാത്രമേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ. വേറെ നിവൃത്തി ഉണ്ടാവില്ല. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസിബിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റും. പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസിബിളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ വേസ്റ്റ് ലംസ് ഒക്കെ കുട്ടികൾ കുളിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? അതേപോലെ തന്നെ അത് നേരെ ഇങ്ങനത്തെ അസുഖത്തിനേക്ക് കാരണം തന്നെയാവും. പ്രോപ്പർ ഹൈജീനിസിറ്റി ഒന്നുമില്ലാത്ത സ്ഥലങ്ങളാണ് ഇവയൊക്കെ. സോ ഇതാണ് നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ട കാര്യം. ഇങ്ങനെയാണ് ഡിസീസസ് വരിക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? Okay. Now
വി ഹാവ് കംപ്ലീറ്റ്ലി ഡിസ്കസ്ഡ് അബൌട്ട് ദിസ് ചാപ്റ്റർ. നമ്മുടെ ചാപ്റ്റർ അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. സോ വി ഹാവ് ടു കൺക്ലൂഡ് ദിസ് ചാപ്റ്റർ. അപ്പോൾ കൺക്ലൂഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് പറയാനുണ്ട്. സോ ആദ്യം നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ കുറേ ടേംസ് നമ്മൾ പറഞ്ഞല്ലോ, അതൊക്കെ നമ്മളിപ്പോൾ പഠിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് മക്കളെ. സോ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇറ്റ്സ് എ സിമ്പിൾ തിങ്. സോ വി ഗോയിങ് ടു കൺക്ലൂഡ് ദിസ് ചാപ്റ്റർ. നോക്കാം. Our role is to keep our environment clean and healthy. അതെ, നമ്മുടെ റോൾ എന്താണ്? ആസ് എ സിറ്റിസൺ നമ്മുടെ റോൾ എന്താണ്? നമ്മുടെ എൻവയോൺമെന്റ് ഹെൽത്തി ആയിട്ടും കംപ്ലീറ്റ്ലി ഡിസീസ് ഫ്രീ ആയിട്ടും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാനാണ്. നമ്മുടെ എൻവയോൺമെന്റ് ക്ലീൻ ആൻഡ് അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിലനിർത്താനാണ് നമ്മുടെ കണ്ടീഷൻ, നമ്മുടെ ഒരു ആക്ടിവിറ്റി, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. ഇത് നമ്മുടെ റോൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ്. റോൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഇത് ചെയ്തേ പറ്റൂ, ഇത് മാനേജ് ചെയ്തേ പറ്റൂ. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു കീപ് വാട്ടർ റിസോഴ്സസ് ക്ലീൻ ആൻഡ് അഡോപ്റ്റ് ഗുഡ് സാനിറ്റേഷൻ പ്രാക്ടീസസ്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അഡോപ്റ്റ് ചെയ്യുക, ഗുഡ് സാനിറ്ററി ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുക, ഗുഡ് സാനിറ്ററി കണ്ടീഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് മക്കളെ. അപ്പോൾ നമുക്ക് അവർ റോൾ ഇസ് ടു കീപ്പ് അവർ എൻവയോൺമെൻറ്റ് ക്ലീൻ ആൻഡ് ഹെൽത്തി ആൻഡ് ഓൾസോ എന്താണ് അതേപോലെ തന്നെയാണ് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു കീപ്പ് അവർ വാട്ടർ റിസോഴ്സസ് ക്ലീൻ ആൻഡ് അഡോപ്റ്റ് ഗുഡ് സാനിറ്റേഷൻ പ്രാക്ടീസ്. ഗുഡ് സാനിറ്റേഷൻ പ്രാക്ടീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാനും കൂടി നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? റെഡി. നൗ ബയോഗ്യാസ് വിച്ച് ഇസ് എ സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ ബയോഗ്യാസിൻ്റെ കേസിൽ നമ്മൾ പഠിക്കണം. ബയോഗ്യാസ് എന്ന് പറയുമ്പോൾ എന്താണ്? It is a source of energy. ബയോഗ്യാസ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ബയോഗ്യാസ് വിച്ച് ഈസ് എന്താണ്? സോഴ്സ് ഓഫ് എനർജി ആണ്. ബയോഗ്യാസ് ഒരു ഫ്യൂവൽ മാതിരി ഒരു സോഴ്സ് ഓഫ് എനർജി ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കാം. ഇറ്റ് ക്യാൻ ബി ജനറേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്ലഡ്ജ്. ഇറ്റ് can be generated. എങ്ങനെയാണ് മക്കളെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക? with the help of sludge that is produced by waste water treatment plant. സോ എന്താണ്? പ്രൊഡ്യൂസ്ഡ് ബൈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. നമ്മൾ അതിനെ ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ്. എന്താ ഷോർട്ടായിട്ട് വിളിക്കുന്നത്? WWTP. ക്ലിയർ അല്ലേ മക്കളെ? സോ എന്താണ് ബയോഗ്യാസ്? അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓക്കെ ആയിട്ട് പഠിച്ചല്ലോ. ബയോഗ്യാസ് വിച്ച് ഈസ് എ സോഴ്സ് ഓഫ് എനർജി ആണ്. ക്യാൻ ബി ജനറേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്ലഡ്ജ്. എപ്പോൾ ഉണ്ടാകുന്ന സ്ലഡ്ജ് ആണ് മക്കളെ? വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഉണ്ടാകുന്ന സ്ലഡ്ജിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അത് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്തായിട്ട് മാറ്റുന്നത്? ബയോഗ്യാസ് ആയിട്ട് മാറ്റുന്നത്. ആ ബയോഗ്യാസ് ഒരു ഫ്യൂവലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ എൻവയോൺമെന്റിൽ നമുക്ക് ഭയങ്കര നാശമൊന്നും ഇല്ലാതെ നമുക്ക് പൈസ ചുരുക്കി നമ്മളൊരു LPG ഗ്യാസ് വാങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബയോഗ്യാസ് ഒക്കെ വാങ്ങി നമുക്ക് യൂസ് ചെയ്തുകൂടെ മക്കളെ? അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. Now, by adopting good sanitation practices, നല്ല രീതിയിലുള്ള സാനിറ്റേഷൻ പ്രാക്ടീസ് വേണം. By adopting of good sanitation practice. നല്ല സാനിറ്റേഷൻ പ്രാക്ടീസ് അഡോപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. നല്ല സാനിറ്റേഷൻ നമ്മൾ മാനേജ് ചെയ്തേ പറ്റുള്ളൂ. അതായത് നല്ല പബ്ലിക് ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഒരു സ്ഥലത്ത് ടോയ്ലറ്റ് ഇല്ലെങ്കിൽ, ഫെസിലിറ്റി ഇല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും ആ നാട്ടിലെ ഓർഗനൈസേഷൻ ഹെഡിനെ അറിയിച്ചിട്ട് അവിടെ നല്ലൊരു ടോയ്ലറ്റ് നമ്മൾ വെച്ചിടണം, അതിന് സജ്ജീകരണം വെച്ചിടണം. ടോയ്ലറ്റ് ഇല്ലാത്ത വീടുകളിൽ. അപ്പോൾ പല നാടുകളിലും ഈ വേസ്റ്റ് വാട്ടറിന് പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അത് ഡിസീസ് ആവും. അതിൽ മോസ്കിറ്റോസ് അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ വന്ന് മുട്ടയിട്ട് അത് പിന്നീട് ഡിസീസ് സ്പ്രെഡിങ്ങിന് ഭയങ്കര രീതിയിൽ അത് കാരണവും ആകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് കാണണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കീപ് എൻവയോൺമെന്റ് ഫ്രം പൊല്യൂഷൻ ഫ്രീ മാക്സിമം. അതായത് നമുക്ക് മെയിനായിട്ട് എയർ പൊല്യൂഷൻ ഉണ്ടാവും. പിന്നെ പറയണല്ലോ വാട്ടർ പൊല്യൂഷൻ ഒബ്വിയസ്ലി ഉണ്ടാകുന്നുണ്ട്.
സോയിൽ പൊല്യൂഷൻ. പല രീതിയിലെ ഡിസീസസും ഈ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്നുണ്ട് മക്കളെ. നമ്മളെ എൻവയോൺമെന്റിന് ഭയങ്കര രീതിയിലെ പ്രശ്നങ്ങളും ഈ എഫക്റ്റാണ്, നമ്മുടെ ഡിസീസസും ഒക്കെയാണ് ഈ പൊല്യൂഷനും ക്ലീൻനെസ് എന്ന രീതിയിൽ നമുക്ക് കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സൊസൈറ്റിയെ ബോണ്ട് ചെയ്തിട്ട് നല്ലൊരു എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കൺക്ലൂഷൻ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വി ഡിസ്കസ് അബൌട്ട് അവർ റോൾ, ഹൗ ടു കീപ്പ് അവർ എൻവയോൺമെന്റ് ഹെൽത്തി ആൻഡ് ഇറ്റ്സ് അവർ എന്താണ് റെസ്പോൺസിബിലിറ്റി ടു കീപ്പ് അവർ വാട്ടർ റിസോഴ്സ് ഒക്കെ ക്ലീൻ ആയിട്ടും അഡോപ്റ്റ് ഗുഡ് സാനിറ്റേഷൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളാണ്. ബയോഗ്യാസ് വിച്ച് ഈസ് എ സോഴ്സ് ഓഫ് എനർജി ക്യാൻ ബി ജനറേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് sludge that is produced in WWTP waste water treatment plant-ലൂടെ. By adopting good sanitation practice we can keep our environment എന്താണ് പൊല്യൂഷൻ ഫ്രീ ആൻഡ് ക്ലീൻ. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? കോൺസെപ്റ്റ്സ് റെഡി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. No one need to wait for anyone else to adopt human and enlighten in the course of action. ഒരാളും നമ്മളെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തി നമ്മൾ തന്നെ ചെയ്തു തുടങ്ങുക. ഇത് ആരുടെ വാക്കാണ്? നമ്മുടെ MK ഗാന്ധി, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ വാക്കാണ്. സ്വച്ഛ് ഭാരത് മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ അഥവാ ക്ലീൻ ഇന്ത്യ മിഷൻ, ക്ലീൻ ഇന്ത്യ മിഷൻ ഇത് നമ്മളെ അഡോപ്റ്റ് ചെയ്ത് എല്ലാവരും ഇപ്പോഴും അത് ഫോളോ ചെയ്തേ പറ്റൂ. കാരണം ഇന്ത്യ എന്ന ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള നാട്ടിൽ ഇത്രയും സാനിറ്റേഷൻ പ്രോബ്ലംസും ഡിസീസ് കോസും എൻവയോൺമെൻറ്റിൻ്റെ ക്ലീൻനെസ്സും കാര്യങ്ങളൊക്കെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഫാക്റ്റായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് നല്ല രീതിയിൽ നമ്മളെ നാട്ടിൽ നമ്മൾ കൺസേർവ് ചെയ്യണം. സോ ഗാന്ധിൻ്റെ ഈ വാക്ക് എല്ലപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. സോ കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ് ആൻഡ് ഡു വാട്ട് യു ക്യാൻ ഡു ടു സേവ് യുവർ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് സേവ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുക as a citizen who is responsible to do all such things. So my dear students, we have completed our chapter wastewater story. So I hope you understood all the concept related to this chapter. It's a simple chapter. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാനിനെ കുറിച്ചും അതിന്റെ കൺവേർഷനെ കുറിച്ചും വെർമി കമ്പോസ്റ്റിങ്ങും സോഴ്സ് ഓഫ് വേസ്റ്റ് വാട്ടറിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് എ നീറ്റ് ആൻഡ് എ ക്ലീൻ ചാപ്റ്റർ. അപ്പോൾ ആസ് എ സിറ്റിസൺ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ കണ്ടു. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മളത് യൂസ് ചെയ്യാനും പഠിക്കാനുണ്ട്. സോ ഇത്രയും കാര്യങ്ങളോടെ നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. That's it my dear students. So prepare for the exam very well and learn it very well. Okay students, that's it. Bye.